Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമ്മളുടെ നെറ്റ് മാനേജ്മെന്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നെറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. നമുക്ക് ഒരുപാട് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുള്ള ഏരിയ ഏതാണ് എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഈ നെറ്റ് മാനേജ്മെന്റിൽ ആ ഏരിയാസിലെ A to Z കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും MCQs വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏരിയയാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് നെറ്റ് മാനേജ്മെന്റിന്റെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾക്കകത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയാണ് ഇപ്പോൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മൈക്രോ എക്കണോമിക്സ് ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ കണ്ടീഷൻ ഓൺ all else being equal as the price of the goods increases, the quantity of goods decreases. Conversely, as the price of goods decreases, the quantity of demand increases. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, അതർ ഫാക്ടേഴ്സ് റിമൈൻ കോൺസ്റ്റന്റ്. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി വിൽ ബി ഇൻക്രീസസ്, ദ ഡിമാൻഡ് ഓഫ് ദി കമ്മോഡിറ്റി വിൽ ബി ഡിക്രീസസ്. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ഫാക്ടേഴ്സ്, അതായത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, കൺസ്യൂമറുടെ ഇൻകം, മാർക്കറ്റ് കണ്ടീഷൻ, ഇതെല്ലാം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ത് ചെയ്യാണ്? പ്രൈസ് കൂടുകയാണ്. പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് കൂടി പൊക്കോണ്ടിരിക്കുമ്പോൾ ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കുറയുകയാണ്. ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കുറയുകയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. വൈസ് വേഴ്സ ആയിരിക്കും. അതായത് പ്രൈസ്, വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ത് ചെയ്യാണ്? കുറയുമ്പോൾ, വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്രീസസ്, ദ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി വിൽ ബി ഇൻക്രീസസ്. ഇതാണ്, ഇതൊരു ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദ ലോ ഓഫ് ഡിമാൻഡ് സേസ് ദാറ്റ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അങ്ങനെ പറയത്തില്ലേ അല്ലെ? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്, അതർ ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിന് എന്ത് സംഭവിക്കുകയാണ്? കൂടുകയാണ്. പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആ കമ്മോഡിറ്റി വാങ്ങുന്ന അല്ലെ ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയും. Other factors remain constant. When the price of a commodity will be increases, the demand of the commodity will be decreases. ഇതേ രീതിയിൽ തന്നെ തിരിച്ചും വരാം അല്ലെ? When the price of a commodity will be decreases, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ത് ചെയ്യാണ്? കുറയുമ്പോൾ the demand of the commodity will be increases. ഈ ഒരു സാഹചര്യത്തിനെയാണ് ഈ ഒന്നിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് മനസ്സിലായിക്കോണം. 8 എന്ന് പറയുന്ന പ്രൈസിൽ നിന്നും 15 എന്ന് പറയുന്ന പ്രൈസിലേക്ക് എന്ത് കൂടുകയാണ്? ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും അല്ലേ? 8 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനത്തിന് 15 രൂപ ആകുമ്പോൾ ആൾക്കാർ വാങ്ങിക്കുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്യും? കുറയും. ഡിമാൻഡ് കുറയും. ഇനി എന്താണ്? 8 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം എത്ര രൂപയ്ക്ക് ആകുകയാണ്? 5 രൂപയിലേക്ക് ആകുകയാണ്. 8 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന് ഇനിയിപ്പോൾ എന്ത് രൂപയേ ഉള്ളൂ? 5 രൂപയേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? പ്രൈസ് കുറഞ്ഞു. പ്രൈസ് കുറയുമ്പോൾ എന്ത് കൂടും? ഡിമാൻഡ് കൂടും. 5 രൂപ ആകുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും അഫോർഡബിൾ അല്ലേ? അവർ കൂടുതൽ ആൾക്കാരും വാങ്ങിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എപ്പോഴും പ്രൈസ് വെച്ചേ പറയാവുള്ളൂ കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ്? ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് കോൾഡ് ലോ ഓഫ് ഡിമാൻഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളെ എന്താണ് കുഴപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി വെക്കുക. എന്താ ചെയ്യുക? ആൻസർ ചെയ്യാനായിട്ട് പറ്റുക.
ഇനി ഇതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. നമ്മൾ പറഞ്ഞു കുറച്ചധികം ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത് അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനകത്ത് എന്തില്ല, യാതൊരു രീതിയിലുള്ള മാറ്റവുമില്ല. ആ സാഹചര്യത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, പ്രൈസ് കൂടുമ്പോൾ എന്ത് കുറയുന്നത്, ക്വാണ്ടിറ്റി കുറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇവിടെ അസ്യൂം ചെയ്യാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുമ്പോൾ അവർ അസ്യൂം ചെയ്യുന്നുണ്ട് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എങ്ങനെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അടുത്ത എന്താണ്, ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമൈൻ കോൺസ്റ്റന്റ്. കൺസ്യൂമറുടെ ഇൻകത്തിന്റെ അകത്ത് യാതൊരു രീതിയിലുള്ള മാറ്റവും ഇല്ല. അയാളുടെ വരുമാനം, അയാൾക്ക് 100 രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം എങ്കിൽ അത് തന്നെ ആയിരിക്കണം എന്നാണ് ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് പറയുന്ന എൻ്റെയർ ആയിട്ടുള്ള സമയങ്ങളിലും. അല്ലാതെ അയാൾക്ക് ആ 100-ൽ നിന്ന് 200-ലേക്ക് മാറുകയോ 100-ൽ നിന്ന് 50-ലേക്ക് മാറുകയോ ചെയ്തിട്ടില്ല. അയാളുടെ ആ ഇൻകം എന്ത് തന്നെയാണ്, കോൺസ്റ്റന്റ് തന്നെയാണ്. അതാണ് രണ്ടാമത്തെ ഒരു അസംഷൻ ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ അസംഷൻ ആണ് there is no change in consumer. കൺസ്യൂമറിന്റെ കേസസിലും എന്തില്ല, ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കൺസ്യൂമേഴ്സ് എല്ലാം എന്താണ്, ആരൊക്കെയാണോ അവിടെ കൺസ്യൂം ചെയ്യാനായിട്ട് നിന്നിരുന്നത് അവരെല്ലാം തന്നെ ഉള്ള സാഹചര്യത്തിലാണ് എന്ത് സംഭവിച്ചത്, ഈ പ്രൈസ് കൂടിയപ്പോൾ എന്ത് കുറഞ്ഞേക്കുന്നത്, ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ്, ദ കമ്മോഡിറ്റി ടു ബി യൂസ്ഡ് ഷുഡ് നോട്ട് ബി കൺഫർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ കൺസ്യൂമർ. കൺസ്യൂമർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രൊഡക്റ്റിനകത്തും എന്തില്ല, യാതൊരു രീതിയിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല. ആ ഒരു ഒരേ പ്രൊഡക്റ്റ് തന്നെ, ആ ഒരു പ്രൊഡക്റ്റിന് തന്നെ ആയിരിക്കണം പ്രൈസിലുണ്ടാകുന്ന വ്യത്യാസം. അവിടെ അതും എന്ത് തന്നെയാണ്, കോൺസ്റ്റന്റ് തന്നെയാണ്. ഇനി എന്താണ്, there should not be any substitute of the commodity. ആ കമ്മോഡിറ്റിക്ക് എന്തില്ല, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു പകരം വെക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റും എന്തില്ല, ആ മാർക്കറ്റിൽ ഇല്ലായിരിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, there is not to be any substitute. ഇനി എന്താ പറയുന്നത്, there should not be any change in the price of the other product. അപ്പൊ ഇതിന്റെ കൂടെയുള്ള മറ്റ് പ്രൊഡക്റ്റുകൾക്കും ഒന്നും എന്തില്ല, യാതൊരു രീതിയിലുള്ള പ്രൈസിൽ ചേഞ്ച് വന്നിട്ടുമില്ല. there should not be any possibility of the change in the price of the products being used. അപ്പൊ എന്താണ്, there should not be any possibilities to change. മറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റമല്ലാതെ മറ്റ് ഏത് എന്താ പറഞ്ഞിരിക്കുന്നത്, there should not be any possibilities of change in the price of the products being used. അതായത് അവർ യൂസ് ചെയ്ത പ്രൈസിലല്ലാതെ വേറൊരു കാര്യത്തിലും എന്ത് നിന്നിട്ടില്ല, ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അസംഷൻസ് ആണ് ഏതിന് വരുന്നത്, നമ്മളുടെ ഒരു എന്താണ് ലോ ഓഫ് ഡിമാൻഡിന് വരുന്നത്. ഇനി എന്താണ്, there should not be change in the എന്താണ് ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. അതായത് നമ്മൾ എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ പ്രൈസിൽ മാറ്റം വന്നു. ബാക്കി അത് ക്വാളിറ്റി എല്ലാം എന്താണ്, കോൺസ്റ്റന്റ്, നേരത്തെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിന്നേക്കുന്നത്. ദ ഹാബിറ്റ്സ് ഓഫ് ദ കൺസ്യൂമർ ഷുഡ് ബി റിമൈൻ അൺചേഞ്ച്. അതായത് ടേസ്റ്റും പ്രിഫറൻസും പോലെ തന്നെ ഹാബിറ്റിന്റെ അകത്തും എന്തില്ല, ചേഞ്ചസ് ഒന്നും വന്നില്ല. അയാൾ എന്താണോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ പ്രൈസിൽ ചേഞ്ച് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഡിമാൻഡിൽ കുറവ് വന്നു. ഇനി given the condition, the law of demand operates if there is a change even in one of the following condition, it will be stop operating. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാൽ മാത്രമേ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആവുമോ, ഇല്ല. അപ്പോൾ ഓർത്ത് വെച്ചാണ്, അസംഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ക്വസ്റ്റ്യൻ വരാം, which of the following are the assumptions of law of demand വരാം. ഇനി എന്താണ്, ഒരു എന്താണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം അല്ലെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട്, അല്ലെ വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ എന്ന് പറഞ്ഞ് വരാം. അല്ലെങ്കിൽ എന്താണ്, ഒരു അസേർഷൻ റീസൺ ആയിട്ട് വരാം. അസേർഷൻ ആയിട്ട് പറയാണ് എന്താണ്, അസേർഷൻ ആയിട്ട് പറയാണ് ഓൾ ദ എന്താണ് ഓൾ അതർ ഫാക്ടേഴ്സ് റിമൈൻ കോൺസ്റ്റന്റ് എന്താണ്, when the price of a commodity will be increases, the demand of the commodity will be decreases is called law of demand. in റീസൺ ആയിട്ട് the other factors like ഈ പറയുന്ന അസംഷനുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അസേർഷനും റീസണും എന്താണ്, കറക്റ്റ് തന്നെയല്ലേ. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. there are at least 3 accepted explanations of why demand curve slope downward. നമുക്കറിയാം ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ആണ്. അപ്പൊ അതിന് കാരണമായിട്ടുള്ള 3 കാരണങ്ങളാണ് നമ്മൾ അടുത്ത ഒരു ഏരിയ ആണ് പഠിക്കുന്നത്. ഡിമാൻഡ് കർവ് എന്തുകൊണ്ടാണ് ഈ ഡൗൺവേർഡ് സ്ലോപ്പ് വരുന്നത്, അതിനുള്ള 3 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണമാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്ടിലിറ്റി മീൻസ് one satisfying power of a
കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിക്ക് ഒരു എന്താണ് വ്യക്തികളുടെ ആഗ്രഹങ്ങളെ, ഇൻഡിവിജ്വലിന്റെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, തൃപ്തിപ്പെടുത്തുവാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു സേവനത്തിന് ഒരു എന്താണ് വ്യക്തികളുടെ അല്ലെങ്കിൽ ആ കൺസ്യൂമറുടെ ആഗ്രഹത്തെ, നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുവാനുള്ള പവറിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിവിടെ എന്താണ്, ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് ഡൗൺവേർഡിന് കാരണമായിട്ടുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. സിമ്പിൾ ആയിട്ട് ഇത്രയും പറഞ്ഞുതരാം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, നല്ല പോലെ ദാഹിച്ചിരിക്കുകയാണ്, നമുക്ക് വളരെയധികം ദാഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിലോട്ട് എന്താണ്, ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് തരികയാണ്. നമുക്ക് അത് കുടിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും അല്ലെ. ആ ഒരു ഗ്ലാസ് കുടിച്ചു കഴിയുമ്പോൾ വളരെ ഹൈ ആയിരിക്കും. രണ്ടാമത്തെ ഗ്ലാസ് വീണ്ടും എന്ത് ചെയ്യാണ്, നിറച്ച് ഒരു ഗ്ലാസും കൂടി തരികയാണ്. രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കുമ്പോൾ ആദ്യത്തെ ഗ്ലാസ് കുടിച്ച അത്രയും സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുമോ? ഇല്ല, നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞിരിക്കും. മൂന്നാമത് ഒരു ഗ്ലാസ് കൂടി തരുമ്പോൾ ആദ്യത്തേതും രണ്ടാമത്തവും കുടിച്ച അത്രയും സാറ്റിസ്ഫാക്ഷൻ വരുമോ? ഇല്ല, കുറയും. നാലാമത്തെ ഗ്ലാസ് ആകുമ്പോൾ നമ്മൾ പറയും വേണ്ട എന്ന് പറയും അല്ലെ. അവിടെ എന്താണ്, ഈ യൂട്ടിലിറ്റിയുടെ അളവ് എങ്ങനെയാണ്, കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് തന്നെ വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി കുറയും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത് എന്തിന് കാരണമാക്കുന്നുണ്ട്, നമ്മളുടെ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് ഡൗൺവേർഡിന് കാരണമാക്കുന്നുണ്ട്. രണ്ടാമത്തേതാണ് ഇൻകം എഫക്റ്റ്, മൂന്നാമത്തേതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. മൂന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ നോക്കാം, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ദിസ് ലോ സജസ്റ്റ് ദാറ്റ് as the more of the product is consumed, the marginal എന്ന് പറഞ്ഞാൽ additional benefits to the consumer fall. അതായത് എന്താണ്, ഒരേ പ്രൊഡക്റ്റ് തന്നെ വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ ഇവരുടെ മാർജിനൽ ആയിട്ട്, അതായത് അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും, അവരുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് ദ കൺസ്യൂമേഴ്സ് ആർ പ്രിപ്പയർഡ് ടു പേ ലെസ്. വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യാൻ അവർ എന്ത് ചെയ്യും, പയ്യെ കുറയ്ക്കാനായിട്ട് തുടങ്ങും. അത് പേ ചെയ്യുന്ന ആ ഒരു അളവ് കുറയ്ക്കാനായിട്ട് തുടങ്ങും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ മോസ്റ്റ് ബെനിഫിറ്റ്സ് ഈസ് ജനറേറ്റഡ് ബൈ ദ ഫസ്റ്റ് യൂണിറ്റ് അല്ലെ. എപ്പോഴും അവരെന്താണ്, ഏറ്റവും ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്ന ആ ഒരു ഫസ്റ്റ് യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയമായിരിക്കും ആ ഗുഡ്സിൽ നിന്നും. ആ ഗുഡ്സ് ആദ്യമായിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്തായിരിക്കും. ആൻഡ് ബിക്കോസ് ഇറ്റ് സാറ്റിസ്ഫൈ ഓൾ, ആ ഒരു സമയത്ത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓർ എ ലാർജ് പാർട്ട് ഓഫ് ദി ഇമ്മീഡിയറ്റ് നീഡ് ഓർ ഡിസയർ. അപ്പോൾ നമ്മുടെ ഒരു ലാർജ് പാർട്ടിനെ അല്ലെ, നമ്മുടെ ഡിസയർ, നമ്മുടെ വാണ്ട്സിനെ ഒരു ലാർജ് പാർട്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആ ഒരു ആദ്യത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ യൂട്ടിലിറ്റി കുറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലെസ് ആയിട്ട് പേ ചെയ്യാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. 1-2 യൂണിറ്റിൽ അത് നിർത്താനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എ സെക്കൻഡ് യൂണിറ്റ് ഈസ് കൺസ്യൂംഡ് വുഡ് ജനറേറ്റ് ലെസ് യൂട്ടിലിറ്റി അല്ലെ. അതായത് ആദ്യത്തെ യൂട്ടിലിറ്റിയുടെ അത്ര ഉണ്ടായിരിക്കും രണ്ടാമതൊരു യൂട്ടിലിറ്റി ജനറേറ്റ് ചെയ്യുമ്പോൾ അത് പയ്യെ കുറഞ്ഞ് എന്തിലേക്ക് എത്തും, സീറോയിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ പറയും വേണ്ട എന്ന് പറയും. ഗിവൺ ദാറ്റ് ദ കൺസ്യൂമർ നൗ ഹാസ് ലെസ് നീഡ് ഓർ ലെസ് ഡിസയർ. അപ്പം അവസാനമൊക്കെ ആകുമ്പോൾ എന്താണ്, ആ നീഡേ, ആ ഒരു ആഗ്രഹമേ ഇല്ല, ആ സാധനം വേണമേ എന്നുള്ള ഒരു ആഗ്രഹമേ ഇല്ല, അവിടെ സീറോ നീഡായിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. When the less benefits derived, the rational consumer is prepared to pay the rather less or second and subsequent unit because it's the marginal utility fall. അപ്പോൾ എന്താണ്, അഡീഷണൽ ആയിട്ട് എന്താണ് റാഷണൽ ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് എന്താണ് ബൈ ചെയ്യുമ്പോൾ അവരുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞേക്കുന്നത്, ലെസ് ആയിട്ട്, മാർജിനൽ ആയിട്ട്, അഡീഷണൽ ആയിട്ടുള്ള അവരുടെ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞ് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തിന് കാരണമാകുന്നുണ്ട്, ഡിമാൻഡ് കർവിന്റെ ഡൗൺവേർഡ് സ്ലോപ്പിന് കാരണമാകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കിന് അവരുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 10 ഇനി രണ്ടാമതൊരു യൂണിറ്റും കൂടി കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കിന് അവരുടെ എന്താണ് ആ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 8 മൂന്നാമതൊരു യൂണിറ്റും കൂടി കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കിന് അവരുടെ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്, 6 അപ്പോൾ ഇതെങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അഡീഷണൽ ആയിട്ട് എന്താണ് ഓരോ യൂണിറ്റും കൺസ്യൂം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്, യൂട്ടിലിറ്റിയുടെ അളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറവ് വന്നുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്.
ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളുടെ നെറ്റിൻ്റെ ബാച്ച് 60 days ബാച്ച് ആരംഭിക്കുന്നുണ്ട് നെറ്റ് കൊമേഴ്സിൻ്റെ. അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നെറ്റ് മാനേജ്മെൻറ്റ്, നെറ്റ് കൊമേഴ്സ് സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് എന്താണ് വിദഗ്ധരായ അധ്യാപകരുടെ പിന്തുണയോടുകൂടി പഠിച്ച് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മളുടെ 60 days ബാച്ച് ആരംഭിക്കുകയാണ്. എന്താണ് മോക്ക് ടെസ്റ്റുകളിലൂടെ, ലൈവ് ക്ലാസ്സുകളിലൂടെ, റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെയൊക്കെ A to Z കാര്യങ്ങൾ, നെറ്റ് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകുന്ന ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റ് നെറ്റ് നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉടൻ തന്നെ നമ്മളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. നമുക്കിവിടെ എന്താണ് നെറ്റ് ജനറൽ പേപ്പർ, ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, CSIR ഫിസിക്സ് എന്നീ നെറ്റ് ക്ലാസ്സുകൾ നമ്മളുടെ CCയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളുടെ 60 days ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ നമ്മളുടെ നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് പഠിച്ചു തുടങ്ങാം. ഡിസംബറിലെ നെറ്റ് നമുക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ എന്താണ് അടുത്ത ഒരെണ്ണമാണ് എന്ന് പറയുന്നത് ദ ഇൻകം എഫക്റ്റ്. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദ ഇൻകം എഫക്റ്റ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ വൈ ദ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്. ഡിമാൻഡ് കർവ് സ്ലോപ്പ് ആകുന്ന, ഡൗൺവേർഡ് സ്ലോപ്പ് ആകുന്ന എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. വെൻ ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഡിക്രീസസ് ദ കൺസ്യൂമർ ക്യാൻ അഫോർഡ് ബൈ മോർ ഓഫ് ദി പ്രൊഡക്റ്റ് വിത്ത് ദ സെയിം എമൗണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമറുടെ ഇൻകം കൂടുന്നതല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വെച്ചേ പറയാവുള്ളൂ. എപ്പോഴേ പ്രൈസ്, നമ്മളുടെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 50 രൂപയായിരുന്നു. ആ 50 രൂപയിൽ നിന്ന് അത് എത്രയിലേക്ക് കുറഞ്ഞു? 20 രൂപയിലേക്ക് കുറഞ്ഞു. ഓക്കെ ആണല്ലോ? 50 രൂപയിൽ എത്രയാണ്? 2 യൂണിറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഏകദേശം എന്താണ് 4 യൂണിറ്റോളം അല്ലെങ്കിൽ 4.something യൂണിറ്റുകളോളം, 4.5 അല്ലെ 4.something യൂണിറ്റുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും. എത്ര രൂപയ്ക്ക്? 20 രൂപയ്ക്ക്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റി? ഇവർക്ക് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റി. അവരുടെ പർച്ചേസിങ് പവർ കൂടി. അത് ഇവർ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അവരുടെ ഇൻകത്തിന് എഫക്റ്റ് ഉണ്ടായി എന്നുള്ളതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് വെൻ ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഡിക്രീസസ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ദ കൺസ്യൂമർ can afford to buy more that product with the same amount of money. അപ്പോൾ അവരുടെ ആ സെയിം എമൗണ്ട് ഓഫ് മണിയിൽ ഇപ്പോൾ ഈ 50 രൂപയ്ക്കാണ് 50 രൂപയ്ക്ക് അയാൾ 2 യൂണിറ്റ് ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതേ 50 രൂപ തന്നെ അയാൾ എന്താണ് ഈ 20 രൂപ ആയപ്പോഴും പേ ചെയ്യാൻ വില്ലിംഗ് ആണ്. അയാൾ പേ ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ് 50 രൂപ. അപ്പം 50 രൂപയ്ക്ക് അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? നേരത്തെ 2 യൂണിറ്റേ കിട്ടുന്നുള്ളായിരുന്നെങ്കിൽ ഇപ്പോൾ 20 രൂപയായപ്പോൾ അയാൾക്ക് കൂടുതൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് വെൻ ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഡിക്രീസസ്. പ്രൈസ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ദ കൺസ്യൂമർ ക്യാൻ അഫോർഡബിൾ ടു ബൈ മോർ ടു ദ പ്രൊഡക്റ്റ് വിത്ത് ദ സെയിം എമൗണ്ട്. ആ സെയിം എമൗണ്ടിൽ തന്നെ മോർ യൂണിറ്റ് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ദിസ് മേക്സ് ദ ഫോൾ ലൈക്സ് ദെയർ റിയൽ ഇൻകം ഹാസ് ഇൻക്രീസ്ഡ്. ഇത് എന്തിന് കാരണമാകുകയാണ്? അയാളുടെ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈവൻ ത്രൂ ദെയർ ആക്ച്വൽ മണി ഇൻകം ഡസ് നോട്ട് ചേഞ്ച്. അയാളുടെ ആക്ച്വൽ മണി ഇൻകം ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? അയാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്തതായിട്ടാണ്. ആക്ച്വലി അയാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടില്ല. അയാളുടെ ഇൻകം സെയിം തന്നെയാണ്. പക്ഷേ അയാളുടെ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്തു. ബിക്കോസ് അയാൾക്ക് 50 രൂപയ്ക്ക് നേരത്തെ 2 യൂണിറ്റ് വാങ്ങാവുന്നത് ഇപ്പോൾ എത്ര യൂണിറ്റ് ആണ്? 4-4.5 യൂണിറ്റ് വാങ്ങാനായിട്ട് പറ്റി. The result that tends to buy more of the product. എന്താണ് അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? കൂടുതൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്ട്സ് ബൈ ചെയ്യാനായിട്ട് പറ്റി. ദിസ് ഇൻക്രീസ്ഡ് ദ ഡിമാൻഡ് ഡ്യൂ ടു ദ ഫോൾ ഇൻ ദ ഹയർ പർച്ചേസിംഗ് പവർ. എന്താണ് ഹയർ പർച്ചേസിംഗ് പവർ ഈസ് വാട്ട് വി കോൾ ദ ഇൻകം എഫക്റ്റ്. അപ്പോൾ ഇദ്ദേഹത്തിന് കൂടിയ ഈ ഒരു പർച്ചേസിംഗ് പവറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻകം എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓർത്ത് വെക്കുക. അടുത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ഹൗ ദ കൺസ്യൂമർ റിയാക്ട് വെൻ ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഡ്രോപ്പ്. ഇഫ് ദ പ്രൈസ് ഓഫ് വൺ പ്രൊഡക്ട്സ് ബിക്കം ലോവർ ഇറ്റ്സ് ബിക്കം cheaper compared to other similar products that they stay at the same price. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചായയും കാപ്പിയാണെന്ന് വിചാരിക്കാം. കോഫി അതുപോലെ തന്നെ ടീയും. കോഫിയും ടീയും ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ കോഫിയുടെ പ്രൈസ് കൂടുകയാണ്. കോഫിയുടെ പ്രൈസ് എത്രയാണ്? 5 രൂപയായിരുന്നതിൽ നിന്ന് 15 രൂപയായിട്ട് എന്ത് ചെയ്തു? പ്രൈസ് കൂടി. കോഫിയുടെ പ്രൈസ് കൂടിയപ്പം കോഫിക്ക് പകരം എന്ത് യൂസ് ചെയ്യാം? ടീ യൂസ് ചെയ്യാം. ടീക്ക് ഇപ്പോഴും എത്ര രൂപ തന്നെയാണ്? 5 രൂപ തന്നെയാണ് എങ്കിൽ കോഫിയുടെ പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും?
ടീയുടെ ഡിമാൻഡ് കൂടും അല്ലേ. അതായത് കോഫിയിൽ നിന്ന് ആളുകൾ സ്വിച്ച് ചെയ്ത് എങ്ങോട്ട് പോകും, ടീയിലേക്ക് പോകും. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു, എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുമ്പോൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുമ്പോൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിന്റെ എന്ത് കൂടുകയാണ്, ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. ആസ് ദ റിസൾട്ട് പീപ്പിൾ ടെൻസ് ടു ബൈ മോർ ഓഫ് ദ ചീപ്പർ പ്രൊഡക്റ്റ്. ഏതാണോ ആ ചീപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതിലേക്ക് ആളുകൾ സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. ദിസ് ചേഞ്ച് ഇൻ ദ പർച്ചേസിംഗ് ബിഹേവിയർ ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഈ ചേഞ്ച് വരുന്ന, ഈ പർച്ചേസിംഗ് ബിഹേവിയറിന്റെ അകത്ത് വരുന്ന ഈ ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Question നോക്കിയേ. According to the law of demand, as the price of the goods increases, the quantity of demand decreases, provide all other factors remain constant. കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി അല്ലെ, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് അല്ലെ ഗുഡ്സിന്റെ പ്രൈസ് എന്ത് ചെയ്തു, എന്താണ് കൂടുകയാണ്, ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതർ ഫാക്ടേഴ്സ് റിമൈൻ കോൺസ്റ്റന്റ് ആകുന്ന സാഹചര്യത്തിൽ ഇനി എന്താ പറയുന്നത്, ദ ലോ ഓഫ് ഡിമാൻഡ് ഈസ് ദ പ്രൈമർലി എക്സ്പ്ലൈൻഡ് ബൈ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഇൻകം എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. റീസണും എന്താണ്, കറക്റ്റ് തന്നെയല്ലേ? അപ്പൊ എങ്ങനെ വരും, assertion and reason are true, R is the correct explanation of A. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ MCQs ഒന്നും ഒരു പാടുമില്ല അല്ലേ, assertion reason ഒന്നും ഒരു പാടുമില്ല. അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ദാറ്റ് ആസ് ദ മോർ യൂണിറ്റ് ഓഫ് ദ ഗുഡ്സ് ആർ കൺസ്യൂംഡ് ദ അഡീഷണൽ ബെനിഫിറ്റ്സ് ഫ്രം കൺസ്യൂമിംഗ് ആൻഡ് എക്സ്ട്രാ യൂണിറ്റ് ഡിക്രീസസ്. അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പം അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ എന്താണ്, നമ്മുടെ യൂട്ടിലിറ്റിയുടെ അളവിനെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഡിക്രീസസ് consumers are willing to pay less for each additional unit which contributes to the downward slope of the ഡിമാൻഡ് കർവ്. ശരിയല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ഉം ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2ന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഡിക്രീസ് ചെയ്യാണ്. അഡീഷണൽ യൂണിറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ഉള്ള മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ കൺസ്യൂമർ വില്ലിംഗ് ടു പേ, ലെസ് ആയിട്ടുള്ള എമൗണ്ട് പേ ചെയ്യാനായിരിക്കും. അഡീഷണൽ ആയിട്ട് യൂണിറ്റുകൾ കൺസ്യൂം ചെയ്യുന്നവർ കുറയ്ക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, വിച്ച് കോൺട്രിബ്യൂട്ട്സ് ദ ഡൗൺവേർഡ് സ്ലോപ്പിന് കാരണമാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ എന്താണ്, ഓപ്ഷൻ എ ആണ് ആൻസർ. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. അടുത്തത് നോക്കിയേ, അസേർഷൻ ആയിട്ട് വന്നേക്കാണ്. ദ ഇൻകം എഫക്റ്റ് സജസ്റ്റ് ദാറ്റ് എ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ്സ് ഇൻക്രീസസ് ദ കൺസ്യൂമേഴ്സ് റിയൽ ഇൻകം അലോക്കേറ്റിംഗ് ദംസ് ടു പർച്ചേസ് മോർ ഓഫ് ദി ഗുഡ്സ്. ഒന്നുകൂടി വായിച്ചു നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ഇൻകം എഫക്ട്സ് സജസ്റ്റ് ദാറ്റ്, ഇൻകം എഫക്റ്റിന്റെ അകത്ത് പറയുന്നത് ദാറ്റ് ദ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ്സ്, ഗുഡ്സിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ദ കൺസ്യൂമർ റിയൽ ഇൻകം, കൺസ്യൂമറുടെ റിയൽ ഇൻകം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അലവിംഗ് ദം ടു പർച്ചേസ് മോർ ഓഫ് ദി ഗുഡ്സ്, അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കൂടുതൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. റീസൺ നോക്കുക, എ ഡിക്രീസ് ഇൻ ദ പ്രൈസ് റൈസസ് നോർമൽ ഇൻകം enabling the consumers to afford more goods or services. എന്നാൽ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ റേസ് ദ നോമിനൽ ഇൻകം, നോമിനൽ ആയിട്ടുള്ള ഇൻകം ആണ് എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. enabling the consumers afford, കൺസ്യൂമർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഗുഡ്സ് സർവീസസും കൂടുതലായിട്ട് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ, റിയൽ ഇൻകം ആണോ കൂടുന്നത്? അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സോറി, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. എ ട്രൂ ആണ്, പക്ഷേ ആർ എന്താണ്, ഫോൾസ് ആയിട്ടുള്ളതാണ്. ദ ഇൻകം എഫക്റ്റ് റെഫേഴ്സ് ടു ദ ഇൻക്രീസ് ഇൻ ദ റിയൽ ഇൻകം ഓർ പർച്ചേസിംഗ് പവർ ആണ് കൂടുന്നത്. വെൻ ദ പ്രൈസ് ഡ്രോപ്പ്, പ്രൈസ് കുറയുമ്പോൾ റിയൽ ഇൻകം അഥവാ പർച്ചേസിംഗ് പവർ കൂടും. ബട്ട് ഡസ് നോട്ട് ചേഞ്ച് ഇൻ ദ നോമിനൽ ഇൻകം. നോമിനൽ ഇൻകം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മണി എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. അപ്പൊ ഈ നോമിനൽ ഇൻകം എന്താണെന്നും റിയൽ ഇൻകം എന്താണെന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനകത്ത് ആൻസർ ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ച് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. റിയൽ ഇൻകം എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് പവറും, നോമിനൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ മണി ഇൻകം ആണ്. അപ്പം നമ്മളുടെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഏരിയ പഠിച്ച് അതിൻ്റെ MCQsകൾ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആ ഏരിയയിൽ നിന്ന് വരുന്ന അസേർഷൻ, റീസൺ, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളെല്ലാം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളുടെ CCയിൽ 60 days ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. ആ കോഴ്സിന് ജോയിൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നമ്മൾ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി നല്ലൊരു
സ്റ്റഡി പ്ലാനോടുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ബാച്ചാണ് സി സിയിലുള്ളത്. സി സിയിലെ നെറ്റ് മാനേജ്മെന്റ്, നെറ്റ് കൊമേഴ്സ്, അതുപോലെ തന്നെ ജനറൽ പേപ്പർ, ഇംഗ്ലീഷ്, CSIR ഫിസിക്സ്, എക്കണോമിക്സ് എന്നീ സബ്ജക്റ്റുകൾക്കെല്ലാം നെറ്റിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു ബാച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ബാച്ചിലേക്ക് ഉടൻ തന്നെ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്